ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്ലൂട്ടോ ക്രിയേഷൻസ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ ബൈക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും ധൃതിക്ക് എവിടെയൊക്കെ പോകും, പക്ഷേ നമ്മുടെ ഫോണിന് ചിലപ്പോൾ ചാർജ് ഉണ്ടാവില്ല. നമ്മുടെ ബൈക്കിലാണെങ്കിലും ചാർജിങ് പോർട്ടൊന്നുമില്ല. അത് ഫോണൊക്കെ ചാർജ് ചെയ്യാനിടാനായിട്ടൊരു വേറെ നിവൃത്തിയൊന്നുമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് എപ്പോഴും ചാർജൊക്കെ ഉണ്ടെന്നൊക്കെ ഉറപ്പാക്കിയിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ട് വേണം ബൈക്കൊക്കെ എടുത്തുകൊണ്ട് എങ്ങോട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്കാണെങ്കിൽ ചില സമയം പറ്റിയിട്ടുണ്ട്. ഫോണൊക്കെ എടുത്ത് എല്ലാ സാധനങ്ങളെല്ലാം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് പോകും, പക്ഷേ ഫോണിന് ചാർജ് ഉണ്ടെന്ന് അത്ര നോക്കാൻ മറന്നു പോകും. എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോഴായിരിക്കും വിളിക്കാനായിട്ട് എടുത്ത് പിന്നെ ചാർജ് ഉണ്ടാവില്ല. അങ്ങനെ വിളിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈക്കിൽ ഒരു ഫോണിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് പോർട്ട്, അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചാർജിങ് പോർട്ടിൽ നമുക്ക് ഐഫോണും അതുപോലെ തന്നെ ആൻഡ്രോയിഡും കുത്തിയിടാവുന്ന രീതിയിലുള്ളതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ബൈക്കിൽ ചാർജിങ് പോർട്ട് സെറ്റ് ചെയ്യാമെന്ന് അറിയണ്ടേ? നമുക്ക് നേരെ വർക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിവിടെ ചാർജർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ കാറിൽ യൂസ് ചെയ്യുന്ന ഫോൺ ചാർജറാണ്. അപ്പോൾ ഇതിപ്പോൾ 2 പിന്നുള്ള ഫോൺ ചാർജറാണ്. നമുക്ക് ആൻഡ്രോയിഡും അതുപോലെ തന്നെ iOS കുത്താൻ പറ്റും. ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് തുറന്നെടുത്തപ്പോൾ ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് നമുക്ക് ആകെ ഈ 2 പിന്നെടുത്ത് കളയണം. പിന്നെ ഈ ഒരു സ്പ്രിങ്ങും കൂടെ നമുക്കൊന്നെടുത്ത് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് അങ്ങോട്ട് ഓരോ വയർ വെച്ച് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 2 സ്പ്രിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ടറും ഒന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി വേണം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട്. കാരണം ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്നതായതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തെ കപ്പാസിറ്ററൊക്കെ പൊട്ടിത്തെറിച്ച് പോയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ നെഗറ്റീവ് പിന്നും അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് പോസിറ്റീവ് പിന്നുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് രണ്ടും നമുക്ക് ഓരോ വയർ വെച്ച് ബാക്കിൽ കൂടെ സോൾഡർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ അത്രയൊന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചുമല അതുപോലെ തന്നെ കറുപ്പ് വയർ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നോക്കി ഒന്ന് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറഭാഗത്തായിട്ടാണ് സോൾഡർ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് വെള്ളം നനയില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടിക്കകത്താണെങ്കിൽ വെള്ളം നനയില്ല നമുക്കറിയാം, പക്ഷേ നമ്മൾ ബൈക്കിൽ മഴയത്തൊക്കെ പോകുന്നതിന് വെള്ളം നനയാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് വെള്ളം നനയാത്ത രീതിയിലാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലൂ ഗണ്ണ് കൊണ്ട് നമ്മൾ ഗ്ലൂ മുഴുവൻ ഫില്ല് ചെയ്ത് ഇതിൻ്റെ സർക്യൂട്ടൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഗ്ലൂ വെക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ അതിനകത്തോട്ട് വെള്ളം കയറത്തുമില്ല, നനയുന്നുള്ളൊരു പേടിയെങ്കിലും ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്ന് ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഫുള്ളൊന്ന് ഗ്ലൂ അടിച്ചു വിടാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് മുഴുവൻ ഗ്ലൂ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒട്ടും വെള്ളം അകത്ത് കിടക്കില്ലാത്ത രീതിയിൽ. ഇനി നമുക്ക് ഈ USB-യുടെ പോർട്ടിന് വേണ്ടിയിട്ടൊരു ക്യാപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ക്യാപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്കെച്ച് പെന്നാണ്. ഓക്കെ, ഒരു മാർക്കർ. ഇനി നമുക്ക് കുറച്ച് ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പോർട്ടയിൽ നന്നായിട്ടൊന്ന് ചുറ്റി ഒന്ന് ഒട്ടിച്ചു വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം. കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ഓയിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യം ഇതിൽ ഇനി ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ ഒട്ടില്ല, അതിനായിട്ടാണ്. ഇനി നമുക്ക് ഈ സ്കെച്ച് പെന്നിൻ്റെ ടോപ്പിലെ അടപ്പിൻ്റെ ഈ ഒരു ക്ലിപ്പ് ഊരി മാറ്റാം. ഇനി നമുക്ക് അടപ്പിൻ്റെ അകഭാഗത്തായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇൻസുലേഷൻ ടേപ്പിൻ്റെ മുകളിലൂടെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് വിടാം. ഓക്കെ, ഇനി ഈ ഒരു അടപ്പെടുത്തിട്ട് നമ്മുടെ സ്കെച്ച് പെന്നിൻ്റെ അടപ്പെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് കറക്റ്റായിട്ട് അങ്ങ് കയറ്റിയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഒന്നായിരിപ്പുണ്ട്. ഇനി ഒന്ന് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് കുറച്ച് ടൈം കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പശ വെച്ച് ഒട്ടിച്ച ക്യാപ്പ് അത്യാവശ്യം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യായി ക്യാപ്പ് മാത്രമായിട്ട് ഊരി എടുത്ത് നോക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് ആ ഗ്ലൂ അതുപോലെ തന്നെ കിട്ടും. അതാ കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ഗ്ലൂ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഈ സൈഡിൽ നിൽക്കുന്ന ഗ്ലൂ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത് ഇത്രയും സെറ്റ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു അടപ്പും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അടപ്പ് ഇങ്ങനെ അഴിച്ചെടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് മുഴുവൻ ഗ്ലൂ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കി കയറ്റി ഇട്ടേക്കുന്നത്. ഇത് അതുപോലെ തന്നെ തിരിച്ചും ഇങ്ങനെ അടച്ചു വെക്കാം, അതുപോലെ തന്നെ തുറക്കുകയും ചെയ്യാൻ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു ഭംഗിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചാർജർ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു അടപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബൈക്കിലോട്ട് ഇത് ഫിറ്റ് ചെയ്യാന്നുള്ള പ്രോസസ്സാണുള്ളത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബൈക്കിൻ്റെ വൈസറൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയിട്ടിട്ടുണ്ട്. ഇതിനകത്തു നിന്നാണ് നമ്മൾ കറക്റ്റ് വയർ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ചാർജറിന് വേണ്ടിയുള്ള കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പിന്ന് കാണാം. ഇത് നമ്മുടെ താക്കോലിൽ നിന്ന് വരുന്ന പിന്നാണിത്. ഓക്കെ, അപ്പോൾ ഇതിലായിരിക്കും നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള ഇൻപുട്ട് കറണ്ട് വരുന്നത്, ഇവിടെ ആയിരിക്കും. പിന്നെ ഇതിന് നെഗറ്റീവ് നമുക്ക് എടുക്കാനായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. കാരണം ഇതിൻ്റെ ബോഡി നമ്മുടെ ബൈക്കിൻ്റെ ഫ്രെയിം ഫുള്ളായിട്ട് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. നെഗറ്റീവ് മൊത്തത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നത്. ഇതിനകത്ത് ഇനി ഏതിലാണ് പോസിറ്റീവ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഇതിൽ ഒരു ബ്ലാക്ക് വരയുള്ള ഒരു വയർ കാണാം. ഇതിൽ
കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു വയറിൽ ഒരു ബ്ലാക്ക് വരയുണ്ട്. ഇതാണ് ഔട്ട് വരുന്ന വയർ. ഇത് ഇപ്പുറത്തെ വയർ നമ്മുടെ കീക്കുള്ളിലോട്ട്, കീയുടെ ആ ഒരു സിസ്റ്റത്തിനകത്തോട്ട് ഇന്ന് പോകുന്നത്, ഇത് തിരിച്ച് വരുന്ന ഔട്ട്. അപ്പോൾ ഇതേൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ താക്കോൽ തിരിക്കുമ്പോഴത്തേക്കും കറണ്ട് ഓൺ ആവും. ഓക്കെ, അപ്പോൾ ഇതേലാണ് നമ്മൾ ഒന്നാമത്തെ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ചാർജറിൻ്റെ റെഡ് വയർ നമ്മൾ ഇതേ കൊടുക്കും. ബ്ലാക്ക് വയർ ഇതിൻ്റെ എവിടെയെങ്കിലും നമുക്ക് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റിയ സ്ഥലത്തോട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഈ പിൻ ഇങ്ങോട്ട് ഊരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു സൈഡിലോട്ടായിരിക്കും ഞാനിവിടെ വയർ കയറ്റിയിടാൻ പോകുന്നത്. ഈ താഴത്തേൻ്റെ ഉള്ളിലോട്ട് നമ്മളിങ്ങോട്ട് വയർ കയറ്റി വെക്കുന്നു. അപ്പോൾ അപ്പുറത്തെ ടെർമിനലിനെ ടച്ച് ചെയ്യാണ്ട് നമ്മൾ നോക്കണം. ഇതിലോട്ട് കയറ്റി വെച്ചിട്ട് ഈ താഴോട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ പിന്നെടുത്ത് തിരിച്ചങ്ങോട്ട് കയറ്റിയിടും. അപ്പോൾ നമ്മൾ ചാർജറിൻ്റെ റെഡ് വയർ, അതായത് പോസിറ്റീവ് വയർ ഞാൻ കീയെന്ന് വരുന്ന ഔട്ടയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമുക്കിനി ചാർജറിൻ്റെ ബ്ലാക്ക് വയറുണ്ട്, ഓക്കെ, നെഗറ്റീവ്. അത് ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഇവിടെ താഴെയായിട്ട് ഇവിടെ ഒരു സ്ക്രൂ കാണാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ ബൈക്കിൻ്റെ ബോഡിയുടെ എവിടെ വേണമെങ്കിലും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. എല്ലായിടത്തും ഗ്രൗണ്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഞാൻ ഈ സ്ക്രൂവിലാണ് ഇതിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വയർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇടയ്ക്കൂടെ അകത്തോട്ടിടാം. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാർജറിൻ്റെ പോസിറ്റീവ് ഈ മോൾ ഭാഗത്തായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്, കീ എന്ന് വരുന്ന ഔട്ടയിൽ. ഇനി നമുക്ക് ഇതേലൊന്ന് കീ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ചാർജർ ഓണാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും, കണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ചാർജറിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട്. ചാർജർ അങ്ങനെ കറക്റ്റായിട്ട് ഓൺ ആയിട്ടുണ്ട്. നമ്മൾ കീ ഓഫ് ചെയ്യുമ്പോഴത്തേന് ചാർജർ ഓഫ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ചാർജർ ഈ ഭാഗത്തായിട്ട് വെച്ചാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ വൈസർ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഒട്ടിക്കാനായിട്ട് സാധാരണ ഹോട്ട് ഗ്ലൂ തന്നെ വെച്ച് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാർജർ ഇവിടെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈസറൊക്കെ ഇട്ടൊന്ന് അടച്ച് എല്ലാം പഴയ പോലെ നോക്കാം. അപ്പോൾ നമ്മൾ വൈസർ എല്ലാം തിരിച്ച് കയറ്റിയിട്ടു, എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാർജ് ആവുമോയെന്ന്, അതായത് നമ്മുടെ ഫോണൊന്ന് ചാർജ് ആവുമെന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ USB കേബിളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ക്യാപ്പ് നമുക്ക് നിങ്ങൾ ചുമ്മാ തട്ടിയാൽ വെറുതെ ഓപ്പൺ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ, കേട്ടോ. ഇത്രേ ഉള്ളൂ ക്യാപ്പ് ഊരി എടുക്കാനായിട്ട്. ഏതെങ്കിലും ഓർമ്മത്തിലൊന്ന് കണക്ട് ചെയ്ത് നോക്കി. USB കുത്തുമ്പോൾ മാത്രം എപ്പോഴും തിരിഞ്ഞു പോകും അല്ലേ? കണക്ട് ചെയ്തിട്ടുണ്ട്, ഫോണൊക്കെ കണക്ട് ചെയ്തു. ഇനിയാണ് നമ്മൾ കീ ഓൺ ചെയ്ത് നോക്കാൻ പോകുന്നത്, ചാർജ് ആകുമോയെന്ന്. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ കറക്റ്റായിട്ട് ചാർജ് ആകുന്നുണ്ട്. ചാർജിങ്ങിന് കാണിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ? ചാർജിങ്ങിന് കാണിച്ചിട്ടുണ്ട്. എവിടെ? ഇതേ കണ്ടോ? ഇപ്പോൾ ചാർജിങ്ങിൻ്റെ പടം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാർജ് ആകുന്നുണ്ട്, എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ താക്കോൽ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചാർജറും ഓഫാകും. താക്കോൽ ഓൺ ആക്കുമ്പോഴത്തേക്കും ചാർജർ ഓൺ ആകും. നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ചെറുതായിട്ട്. അപ്പോൾ വെട്ടം കൂടുതലായതുകൊണ്ട്, പകലായതുകൊണ്ട് അതിൻ്റെ ആ ചാർജറിൻ്റെ വെട്ടം നന്നായിട്ട് കാണുന്നില്ല. അപ്പോൾ എന്തായാലും ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈക്കിൽ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ചാർജർ ഉണ്ടാക്കിയെടുക്കുന്നത്. ആകെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കാറിനകത്ത് കണക്ട് ചെയ്യുന്നൊരു ചാർജർ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് 2 വയർ ഔട്ട് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള വയർ നമ്മുടെ ബൈക്കിൻ്റെ വൈസറിനകത്തുനിന്ന് വയർ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചെടുത്ത് കണക്ട് ചെയ്യുക. അതാണ് ഇതിനകത്ത് ഇച്ചിരി പാടുള്ളൊരു പരിപാടി. അത് നമ്മൾ നോക്കി മനസ്സിലാക്കി തന്നെ എടുക്കണം. നമ്മുടെ കീയുടെ ഔട്ടൊക്കെ വരുന്നത് ഇടയ്ക്കൂടൊക്കെ നോക്കി കാണാനൊക്കെ പറ്റും. കീയുടെ ആ സോക്കറ്റിൽ നിന്ന് വരുന്ന ഔട്ടൊക്കെ നമുക്ക് വയറൊക്കെ കണ്ടുപിടിക്കണം. അതുമാത്രം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ചാർജറിൻ്റെ കേസ് നമ്മൾ യൂസ് ചെയ്തില്ല. ചുറ്റിനും മുഴുവൻ ഹോട്ട് ഗ്ലൂ കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ കേസ് ഊരി കളഞ്ഞിട്ട്. അതിന് ഒന്നാമത്തെ കാരണം കേസ് ഇതിനകത്ത് വെക്കാൻ ഇച്ചിരി വലുതാണ്. ഇച്ചിരി കൂടെ ചെറുതായിട്ടിരിക്കാനായിട്ട് അതിൻ്റെ ചിപ്പ് മാത്രമായിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ചിപ്പിന് കൂടെ ഹോട്ട് ഗ്ലൂ ഒഴിച്ചതിന് കാരണം ശകലം പോലും മോയ്സ്ചർ അകത്തോട്ട് കിടക്കാൻ പാടില്ല. നമ്മളിപ്പോൾ മഴയത്തൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് വെള്ളം നമ്മുടെ വയസ്സിലോട്ടൊക്കെ അടിച്ച് തെളിക്കുന്നുണ്ട്, അകത്തോട്ടൊക്കെ വെള്ളം കയറും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചാർജറിൻ്റെ അകത്തെ സർക്യൂട്ടൊക്കെ കേടായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫുള്ള് ഹോട്ട് ഗ്ലൂ കൊണ്ട് നമ്മൾ ഗ്ലൂ കൊണ്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്തത്. അങ്ങനെ പിന്നെ ഒട്ടും മോയ്സ്ചർ അകത്തോട്ട് കിടക്കുകയില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ നമ്മളൊരു അടപ്പും സെറ്റ് ചെയ്ത് വെക്കണം. ഈ അടപ്പില്ലെങ്കിലും ചിലപ്പോൾ വെള്ളമൊക്കെ അകത്തോട്ട് കയറിയിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു അടപ്പും അതുപോലെ തന്നെ ഫുള്ള് ഗ്ലൂ കൊണ്ട് കവർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്ര ഒരു സെറ്റപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ചാർജ് ഒന്നും നമ്മൾ ഇനി നോക്കാതെ ബൈക്ക് എടുത്തുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. ലോങ് ഒക്കെ പോയാലും പ്രശ്നമൊന്നുമില്ല. ചാർജ് തീർന്നു പോകുന്നുള്ള ഒരു പേടി വേണ്ടില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുത്തിയിടാം. അപ്പോൾ ഫോൺ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ചെറിയ ഫാൻ, ബൈക്കിൽ പോകുന്നതിന് ഫാന് ശരിയാണ്. അപ്പോൾ നമ്മുടെ ബൈക്കിനകത്ത് ഫിറ്റ് ചെയ്ത് നമ്മുടെ ഫോൺ ചാർജർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വീണ്ടും കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.